Let us consider the topic, that is analog to digital converter interfacing with 8051. That is, before that, let us see what is ADC or analog to digital converter. An ADC or analog to digital converter, as the name suggests, converts the analog signal to digital signal. An analog signal has continuously changing amplitude with respect to time. A digital signal, on the contrary, is a stream of zeros and ones. An ADC maps the analog signals to their binary equivalents. To do this, ADCs use various methods like flash conversion, slope integration, or successive approximation. ഇപ്പോൾ ഇവിടെ ADC എന്ന് പറയുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഇപ്പം അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡ് ആണ് ഉണ്ടാവുക അല്ലേ, കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. വെറാസ് ഡിജിറ്റൽ എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ് ആണ് അല്ലേ, അതായത് ബൈനറി വാല്യൂസ് സീറോസ് ആൻഡ് വൺസ് ആണ്, സീറോസ് അല്ലെങ്കിൽ വൺസ്. അപ്പോൾ ഇവിടെ ADC എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അനലോഗ് സിഗ്നലിനെ അതിൻ്റെ ബൈനറി ഇക്വാലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് ആ കൺവേർഷന് വേണ്ടി. ഫ്ലാഷ് കൺവേർഷൻ, അല്ലെങ്കിൽ സ്ലോപ്പ് ഇൻറ്റിഗ്രേഷൻ, ഓർ സക്സസീവ് അപ്രോക്സിമേഷൻ, ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് A to D that is analog to digital conversion നടക്കുന്നത്. Now interfacing an analog to digital converter to 8051. അപ്പോൾ നമ്മൾ ആ ഇൻ്റർഫേസിംഗ് ആണ് മെയിൻലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ. Now real world applications use the sensors to get a signal voltage. For example, for measuring temperature, a thermocouple may be the sensor used. This gives analog voltage corresponding to the temperature value. Various other sensors measure the quantities like humidity, speed, and give the measured values as analog voltages. To use these values in a computer, these voltages have to be converted to digital numbers. This is the function of analog to digital converter. Okay, അപ്പോൾ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസിൽ നമ്മൾ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ അതൊരു തെർമോകപ്പിളാണ് അവിടെ യൂസ് ചെയ്യുന്ന സെൻസർ. സോ ഒരു അനലോഗ് വോൾട്ടേജ് ആണ് ടെമ്പറേച്ചറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനെ പക്ഷേ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അത് ഡിജിറ്റൽ നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യൂമിഡിറ്റി, ദെൻ സ്പീഡ്, അങ്ങനെ കുറേ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് അനലോഗ് വോൾട്ടേജ് ആയിട്ടാണ് ഉണ്ടാവുക. അത് പക്ഷേ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ICs ഉണ്ട്. സ്റ്റാൻഡേർഡ് ICs അവൈലബിൾ ആസ് ADCs. ദേ വേരി ഇൻ ദ നമ്പർ ഓഫ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ബിറ്റ്സ്, നമ്പർ ഓഫ് അനലോഗ് ഇൻപുട്സ് ആൻഡ് ദ സ്പീഡ് ഓഫ് കൺവേർഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ADCs അധികം ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ADC എന്ന് പറയുന്നത് ADC 0808 or 0809. There are many different methods of A to D conversion and many different standard ADC chips. We will choose ADC 0808 or ADC 0809, which is 8-bit parallel ADC and microprocessor compatible. Okay, and it is designated as 8-bit MUP compatible A to D converter with 8-channel multiplexer. It uses successive approximation technique for A to D conversion. Okay, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചിപ്പ് എന്ന് പറയുന്നത് ADC ചിപ്പ്, സ്റ്റാൻഡേർഡ് ചിപ്പ് 0808 ആണ്. അപ്പോൾ അതിൽ ഇത് ഒരു 8-bit മൈക്രോപ്രൊസസർ കമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു A to D കൺവെർട്ടറാണ്. അവിടെ 8 ചാനൽസ് ഉണ്ട് ആൻഡ് സക്സസീവ് അപ്രോക്സിമേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇതിൽ ഇത് കാണാം, പിൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സിഗ്നൽസ് കാണാം. ദിസ് ഇസ് ദ ഫങ്ഷണൽ പിൻ ഡയഗ്രാം. സോ വി ഹാവ് ദ എന്തായാലും ഒരു IC അല്ലെങ്കിൽ ഒരു ചിപ്പ് എന്ന് പറയുന്നത് VCC ഗ്രൗണ്ട് എന്തായാലും ഉണ്ടാവും. ദെൻ വി ഹാവ് ദ ഇൻപുട്ട്സ്, ദാറ്റ് ഇസ് 8-bit ആണ്, അതുകൊണ്ട് തന്നെ 8 ഇൻപുട്ട്സ് ഉണ്ടാവും. IN0, IN1, അങ്ങനെ IN7 വരെ. ദെൻ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് 8 ആണ്, സോ D0 to D7. ദെൻ വി ഹാവ് ദ എൻഡ് ഓഫ് കൺവേർഷൻ കമാൻഡ്. ദെൻ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ് ഞാൻ പറയാം എങ്ങനെയാണെന്ന്. EOC, ദാറ്റ് ഇസ് എൻഡ് ഓഫ് കൺവേർഷൻ. OE, enable pin. Then we have the start of conversion, SC. Then we have ALE, address latch enable. Then CBA. Okay, now V reference and positive as well as negative. Now we say that ADC 0808 is a 8-bit multiplex ADC, which means it has 8 input analog signals. Okay, though only one of them can be operational at a time. Okay, ഒരു സമയത്ത് ഒന്ന് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യൂ. ദെൻ സെലക്റ്റഡ് ബൈ 3 അഡ്രസ് ഇൻപുട്ട്സ്, ABC, 3 അഡ്രസ് ഇൻപുട്ട്സ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ അഡ്രസ് ബിറ്റ് കോൺഫിഗറേഷൻ ഉണ്ട്, ടേബിൾ നമുക്ക് നോക്കാം.
for selecting the specific input channels. For example, if IN0 is to act as input, the address lines CBA all have to be low. Okay, for IN1, value of CBA to be 001, so on. The first requirement is using ADC is to select input channel by giving the appropriate logic on the address pins. To latch this on the chip, a signal called ALE, address latch enable, is applied on the ALE pin. ALE is to be a low to high transition. After the address is latched, an analog input is available at the selected input line. ADC must be signaled to start conversion. അതായത് ഇവിടെ നമുക്ക് 8 ഇൻപുട്ടാണ് എ ഡി സിക്ക് ഉള്ളത്. 8 ഇൻപുട്ട് ആനലോഗ് സിഗ്നൽസ് ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് ഒന്ന് മാത്രമേ ഓപ്പറേഷൻ ആവൂ. അത് സെലക്ട് ചെയ്യുന്നത് 3 അഡ്രസ് ലൈൻസ് വെച്ചിട്ടാണ് ABC. അപ്പോൾ ഇപ്പോൾ IN0 ആണെങ്കിൽ അത് നമുക്ക് ആ ടേബിൾ വെച്ച് പറയാം എങ്ങനെയാണെന്ന്, അത് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു അഡ്രസ് പിൻസിലേക്ക് ഒരു ലോജിക്ക് ഇത് കൊടുത്താലേ എനേബിൾ ആവും, സെലക്ട് ചെയ്യാൻ പറ്റും ഒരു ഇൻപുട്ട് ചാനലിനെ. അതുപോലെ തന്നെ ALE എന്ന് പറയുന്നത് ലോ ടു ഹൈ, അതായത് ലോ കഴിഞ്ഞിട്ട് ഹൈ ആവണം, എന്നാലേ ലാച്ച് ആവും അഡ്രസ്സ് ലാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതുപോലെ തന്നെ ഇൻപുട്ട് അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ കൺവേർഷൻ നടക്കൂ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ടേബിൾ. സോ വി സേ ദാറ്റ് ഈ ഒരു വാല്യൂ, അതായത് ഇപ്പോൾ നമുക്ക് IN0 ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ CBAൻ്റെ വാല്യൂസ് 000 ആയിരിക്കണം. IN1 ആണെങ്കിൽ 001, IN2 ആണെങ്കിൽ 010. അത് അറിയാലോ അവസാനം. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ലൈൻസ് ആയതുകൊണ്ട് തന്നെ 111 വരെയാണ് ഉണ്ടാവുക. സോ IN7 സെലക്ട് ചെയ്യണമെങ്കിൽ 111 ആയിരിക്കണം CBAൻ്റെ വാല്യൂസ്. ഓക്കെ, നൗ ഇവിടെ ഇതൊരു ടൈമിംഗ് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ്, അതായത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു സീക്വൻസ് മനസ്സിലാവണമെങ്കിൽ പ്രോഗ്രാമിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ വാല്യൂസ് കൊടുക്കേണ്ടത് സിഗ്നൽസിൻ്റെ, അതിന് വേണ്ടി ഈ ടൈമിംഗ് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിംഗ് ഡയഗ്രാം ഇസ് ഓൾവേസ് ഡ്രോൺ വിത്ത് റെസ്പെക്ട് ടു ക്ലോക്ക് സിഗ്നൽ. അവിടെ കണ്ടോ ക്ലോക്ക് സിഗ്നൽ ഉണ്ട്. അപ്പോൾ ഇവിടെ WR, അതായത് റൈറ്റ് സിഗ്നൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ഓഫ് കൺവേർഷൻ സിഗ്നലാണ് ആദ്യം ഹൈ ആവേണ്ടത്. അപ്പോൾ ഇവിടെ അതിൻ്റെ വർക്കിംഗ് പറയാം. അതായത് ADC takes a finite time to complete the conversion and then it notifies this by lowering the pin called EOC, end of conversion. അപ്പോൾ ഇവിടെ എൻഡ് ഓഫ് കൺവേർഷൻ, അതായത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് കൺവേർഷൻ പിന്നെ ലോ ആയി കഴിഞ്ഞാൽ അത് കൺവേർഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ആൻഡ് അത് പ്രൊസസ്സറിനെ അറിയിക്കുകയും വേണം, അത് ഇൻട്രപ്റ്റ് വെച്ചിട്ട് അറിയിക്കും. ആൻഡ് EOC signal can be used to interrupt the processor and allow the converted data to be transferred to 8051, or this signal can be polled continuously. ആ ഒരു സിഗ്നൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും EOC. ഓക്കെ, എപ്പോഴാണോ അത് ലോ ആവുന്നത് അവിടെ കൺവേർഷൻ കംപ്ലീറ്റ് ആയി. ആൻഡ് ടു റിസീവ് ദ ഡേറ്റ, ഔട്ട്പുട്ട് ലൈൻസ് ഓഫ് ADC ആർ ടു ബി ആക്ടിവേറ്റഡ്. ദിസ് ഇസ് ഡൺ ബൈ മേക്കിംഗ് ഹൈ ദ line OE, that is output enabled. Once the output lines are activated, converted digital data can be transferred to the 8051. Above is a sequence of actions required. And also the we say that ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ADC takes a finite time. അതായത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗർ കണ്ടോ. അപ്പോൾ ഇതിലിപ്പം സ്റ്റാർട്ട് ഓഫ് കൺവേർഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു കേസിൽ EOC എപ്പോഴാണോ അതായത് ലോ ആവുന്നത് ആ സമയത്ത് നമുക്ക് കൺവേർഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ALE ഹൈ ആവുമ്പോഴാണ് അത് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ALE ഹൈ ആവുമ്പോൾ പിന്നെയാണ് എന്താണ് SSC കണ്ടോ SSC ഹൈ ആവുന്നത്. കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് കൺവേർഷൻ ALE ഹൈ ആവണം, അഡ്രസ്സ് അവിടെ കൊടുക്കണം, അഡ്രസ്സ് വരണം അഡ്രസ്സ് ബസ്സിൽ. അതിനുശേഷം പിന്നെ ALE ഹൈ ആയി അഡ്രസ്സ് വന്നു, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തു, കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് പിന്നെ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ സ്റ്റാർട്ട് കൺവേർഷൻ ചെയ്തു, സ്റ്റാർട്ട് കൺവേർഷനായി. എപ്പോഴാണോ കൺവേർഷൻ കംപ്ലീറ്റ് ആവുന്നത് അന്നേരം EOC ലോ ആവും. ഓക്കെ, ആൻഡ് ഡേറ്റ വിൽ ബി നൗ അവൈലബിൾ ഓൺ ദ ഡേറ്റ, അതായത് ഏതാണോ കൺവേർട്ട് ചെയ്ത ഡേറ്റ വിൽ ബി അവൈലബിൾ ഓൺ ദ ഡേറ്റ ബസ്. അതാണ് D0 to D7 വരെ കാണിക്കുന്നത്. ദെൻ ഇവിടെ കണ്ടോ ഔട്ട്പുട്ട് എനേബിൾ, അതായത് OE. ആ OE എന്താണെന്ന് വെച്ചാൽ ടു റിസീവ് ദ ഡേറ്റ ഔട്ട്പുട്ട് ലൈൻസ് ആർ ടു ബി ആക്ടിവേറ്റഡ്. ഓക്കെ, സോ അവിടെ ഔട്ട്പുട്ട് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടോ OE ഹൈ ആയി, അപ്പോൾ ഡേറ്റ അവിടെ അവൈലബിൾ ആവും. ഓക്കെ, എപ്പോഴാണോ OE ഹൈ ആവുന്നത് അപ്പോൾ ഡേറ്റ എനേബിൾ ആവും, ഡേറ്റ അവൈലബിൾ ആവും. ഓക്കെ,
അതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ. അതല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ആ ഒരു പിൻസ് സിഗ്നൽസ് ഹൈ ലോ അതെല്ലാം നോക്കണം. അപ്പോൾ ഇപ്പോൾ ഇതാണ് സർക്യൂട്ട്. അതായത് നമുക്കിപ്പോൾ ADC സാധാരണ ഒരു പിന്നെ ഇവിടെ നമുക്കൊരു IN0 ടു ഏതെങ്കിലും ഒരു പിന്നിലാണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പോർട്ട് 2ൻ്റെ പിൻസിലാണ് എല്ലാ സിഗ്നൽ പിൻസും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം P2.4 is connected to ALE of the ADC. then അതായത് 8051ൻ്റെ പോർട്ട് P2.4, P2.6ലാണ് SC, P2.7ലാണ് EOC കണക്ട് ചെയ്യുന്നത്. ദെൻ P2.5ലാണ് OE, ദെൻ P2.0, 2.1, 2.2 അവിടെയാണ് ABC കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദീസ് ആർ ദ അനലോഗ് ഇൻപുട്സ്. ആൻഡ് let us see the steps to interface ADC to 8051. connect the oscillator pins. അതായത് ഓസിലേറ്റർ സർക്യൂട്ട് അത് എന്തായാലും കണക്ട് ചെയ്യണം. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. 2 capacitors ഉണ്ട്. ഇനി connect one end of the capacitor to the EA pin, another to the resistor. connect the resistor to the RST pin. അത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഇതാണ്, എന്താണ് റീസെറ്റ് പിന്നിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററും റീസെറ്റ് അതെല്ലാ സർക്യൂട്ടിലും അത് ആവശ്യമാണ്. അപ്പോൾ ഇതിലിപ്പം കാണിച്ചിട്ടില്ല, പക്ഷേ എന്തായാലും അത് ആവശ്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 8051ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററും RST അത് രണ്ടും കണക്ഷൻസ് കാണിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ആർ യൂസിങ് പോർട്ട് 1 ആസ് ദ ഇൻപുട്ട് പോർട്ട്. സോ we have connected the output ports to ADC to port 1. ഓക്കെ, അപ്പോൾ ഇവിടെ പോർട്ട് 1ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി സേ ദാറ്റ് the 0808 does not have an internal clock. ഓക്കെ, സോ ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് ആവശ്യമാണ്, അത് കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് ദ VReference മൈനസ്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ശരിക്കും ഒരു അനലോഗ് സെൻസർ, അതായത് ഒരു വേരിയബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് IN2ൽ ഫോർ ഗെറ്റിംഗ് എ വേരിയബിൾ വോൾട്ടേജ് അറ്റ് ദ പിൻ. അതായത് വേരിയബിൾ വോൾട്ടേജ് അനുസരിച്ചാണ് ഔട്ട്പുട്ട് നമുക്ക് ഡിജിറ്റലിലേക്ക് കൺവേർട്ടായി കിട്ടുക. ഇനി കണക്ട് ദ എന്താണ് അഡ്രസ് ലൈൻസ് ABC ആൻഡ് ALE പിൻസ്. ഓക്കെ, കണക്ട് ചെയ്തിരിക്കുന്നത് P2.0 എയിലും P2.1 B, C, P2.2, ALE 2.4 അതെല്ലാം കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ OE, ദെൻ EOC അതെല്ലാം പോർട്ട് 2ൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, next is the logic to communicate between 8051 and ADC 0808. several control signals are need to be sent. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ദ പോർട്ട് യു കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ലൈൻസ്. അതായത് ആദ്യം പോർട്ട് സെറ്റ് ചെയ്യണം. മേക്ക് ദ പോർട്ട് കണക്റ്റഡ് ടു EOC പിൻ ഹൈ. ഓക്കെ, ആ ഒരു പിന്ന് ഹൈ ആക്കണം. ആൻഡ് ദാറ്റ് ഇസ് ADC സെൻഡ്സ് എ ഹൈ ടു ലോ സിഗ്നൽ വെൻ ദ കൺവേർഷൻ ഓഫ് ഡേറ്റ ഇസ് കംപ്ലീറ്റ്. ശരിക്കും പറഞ്ഞാൽ ലോ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ EOC പിന്നെ ദാറ്റ് മീൻസ് EOCയിൽ ലോ കൊടുത്തു കഴിഞ്ഞാൽ കൺവേർഷൻ കംപ്ലീറ്റ് ആയി എന്നാണ്. അതുകൊണ്ട് അതിനെ പിന്നിനെ ഹൈ ആക്കണം, കാരണം അത് ലോ ആയിരിക്കും. അപ്പോൾ ഹൈ ആക്കണം, എന്നാലേ പുതിയൊരു കൺവേർഷൻ തുടങ്ങാൻ പറ്റൂ. ഓക്കെ, സോ ദിസ് ഹാസ് ടു ബി ഹൈ. സോ ഹൈ ആയിരിക്കണം ഇനീഷ്യലി. ഇനി ക്ലിയർ ദ ഡേറ്റ ലൈൻസ് വിച്ച് ആർ കണക്റ്റഡ്. അതായത് ALE, സ്റ്റാർട്ട് SC ആൻഡ് OE ഇതെല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ, ലോ ടു ഹൈ പൾസ്, അത് ലോ ടു ഹൈ ആക്കാൻ വേണ്ടിയാണ്. ദെൻ select the data lines according to the input port you want to select. To do this, select the data lines and send high to low pulse to the ALE pin to select the address. High avada kodukana ALE le, adana first step. And we have selected the analog input pin. We can tell the ADC to start conversion by sending a pulse to the start pin. Wait for the high to low by polling the EOC. അതായത് EOC ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇനി EOC ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അത് ലോ ആവുമ്പോഴാണ് കൺവേർഷൻ കംപ്ലീറ്റ് ആവുന്നത്. വെയിറ്റ് ഫോർ ദ സിഗ്നൽ ടു ഗെറ്റ് ഹൈ അഗെയിൻ ആൻഡ് എക്സ്ട്രാക്ട് ദ കൺവേർട്ടഡ് ഡേറ്റ ബൈ സെൻഡിങ് ഹൈ. അതായത് ഡേറ്റ നമുക്കിനി കൺവേർട്ട് ചെയ്ത ഡേറ്റ കിട്ടണമെങ്കിൽ OE പിന്നെ ഹൈ ടു ലോ ആവണം. ഓക്കെ, നൗ ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ സെറ്റിംഗ്സ് ഫോർ ദ conversion ADC conversion.